താൽക്കാലിക ഫീലിങ്സിന്റെ ഇതിനപ്പുറത്ത് ദൈവവചന സത്യങ്ങൾ, ദൈവവചനത്തിന്റെ ഫാക്ട്സ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇമോഷണലി പലപ്പോഴും ചിന്തിച്ചിട്ട് നമ്മൾ ഡിമാൻഡിങ് ക്രിസ്ത്യൻസ് ആയിട്ട് മാറുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ ദൈവവചനം ഉദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടോ, അത് നമ്മുടെ സാഹചര്യവുമായിട്ട് റിലേറ്റബിൾ ആണെന്നുള്ളത് കൊണ്ടോ, അത് നിവൃത്തിയായാൽ ഒരുപക്ഷെ നമ്മൾ ദൈവവൈതലാണെന്നും നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടോ അത് ദൈവിക ഉദ്ദേശത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും പെട്ടതാകണമെന്നില്ല. നിത്യത നഷ്ടമായി പോകരുത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ സെക്കൻഡ് എപ്പിസോഡ്. മിസ്കോട്ടഡ് വേഴ്സസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറയാൻ തക്കുന്ന ഇടയാത്തിൽ നമ്മൾ ഒരു ബൈബിൾ വേഴ്സ് ചിന്തിക്കുന്ന ഉടനെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആസ് എ പ്രീച്ചർ ആൻഡ് ആസ് എ ലിസണർ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാൻ തക്കുന്ന ഇടയാത്തിരുന്നു. സോ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ ബൈബിൾ പാസേജസ് അല്ലെങ്കിൽ ബൈബിൾ വേഴ്സസ് എടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് സോ ഇറ്റ്സ് അവർ ഫസ്റ്റ് എപ്പിസോഡ് വിത്ത് ദ ബൈബിൾ വേഴ്സസ്. ആൻഡ് സോ here we go. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന് ഉണ്ടായ പ്രലോഭനങ്ങളുടെ, പരീക്ഷകളുടെ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരുന്നു. അതിനുശേഷം കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. അവിടെ 40 ദിവസം ഉപവസിച്ചപ്പോൾ അവന് വിശന്നു. 40-ാമത്തെ ദിവസം യേശുവിൻ്റെ അടുത്ത് പരീക്ഷകൻ വന്ന് 3 പരീക്ഷകളാണ് നമ്മളവിടെ മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും നമ്മൾ ആ പരീക്ഷകൾ കാണുന്നു. മത്തായി സുവിശേഷം നമ്മൾ കാണുമ്പോൾ ആദ്യം യേശുവിൻ്റെ അടുത്ത് കല്ലപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കുന്നു. പിന്നീട് സംസാരിക്കുന്ന പരീക്ഷയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സോ അവിടെ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ക്യോട്ട് നമ്മൾ കാണുന്നു. സങ്കീർത്തനം 91-ന്റെ 11-12 വാക്യങ്ങളാണ് അവിടെ പിശാച് കോട്ട് ചെയ്ത് യേശുവിനോട് പറയുന്നത്. കാൽ കല്ലിൽ തൊട്ട് പോകാതിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ കൈകളിൽ വഹിച്ചോളും എന്നുള്ള വാക്യം. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു പിശാച് ആ വാക്യം എടുത്തപ്പോൾ തന്നെ അതിനകത്തെ കുറേ ഭാഗങ്ങൾ വിട്ടുപോയിട്ടാണ് യേശുവിനോട് പറയുന്നത്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഫോർ ഹി ഷാൽ ഗീവ് ഹിസ് ഏഞ്ചൽസ് ചാർജ് ഓവർ യു ടു കീപ് യു ഇൻ ഓൾ യുവർ വേസ്. ആ ഒരു ഭാഗം വിട്ടുപോകുന്നുണ്ട്. ടു കീപ് യു ഇൻ ഓൾ യുവർ വേസ്. അത് മേളിൽ നിന്ന് താഴത്തോട്ട് ചാടുമ്പോൾ മാത്രമല്ല, എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ള കാര്യം പിശാച് അവിടെ മിസ് ഔട്ട് ചെയ്തു പോകുന്നുണ്ട്. സോ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പല വേഴ്സസിനകത്തും തല മാത്രം എടുക്കും, അല്ലെങ്കിൽ വാല് മാത്രം എടുക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ട് അതിനെ നമ്മളിലേക്ക് തരികയാണ് പലപ്പോഴും. സോ അത് മിസ്കോട്ടിങ്ങിൻ്റെ വേറൊരു വകഭേദം എന്ന് തന്നെ പറയാം, അല്ലേ? അതിനെ ഒരു വേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. നമ്മൾ പ്രോപ്പർലി ഡിവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നുള്ള എസെൻസ് അല്ലെങ്കിൽ മീനിങ് ശരിക്കും നഷ്ടമായി പോകുന്നുണ്ട്, അല്ലേ? അതാണ് എനിക്ക് ആ ഒരു വേഴ്സ് പെട്ടെന്ന് ആ ഒരു വേഴ്സിൻ്റെ അകത്തു നിന്ന് പിശാച് ഈ ഒരു വാക്യം പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഹി മിസ് ദ മേജർ പാർട്ട്. അതിനകത്തുള്ള ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള കാര്യം തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ഒരു പാർട്ട് യേശുവിനോട് അവൻ പറയുന്നത്. അതെ, ആ വാക്യം പൂർണ്ണമായിട്ട് ഉദ്ധരിച്ചില്ല. മാത്രമല്ല, ആ വാക്യം തെറ്റായ ഉദ്ദേശത്തിൽ തൻ്റെ വഴിക്ക് യേശുവിനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് ആ വാക്യത്തിൽ അവിടെ നടക്കുന്നത്. 91 സങ്കീർത്തനം ഉദ്ധരിക്കുമ്പോൾ തന്നെ പിശാചിന് നമ്മളെക്കാൾ അറിയാം യേശുവിനെ കുറിച്ചാണ് പഴയ നിയമം പറയുന്നത്. നിഴലായി നിന്നുകൊണ്ട് പൊരുളായ ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ യേശു വളരെ ബുദ്ധിപൂർവ്വം, അവിടെ നമുക്കറിയാം 3 പരീക്ഷകളിലും യേശു ചെയ്യുന്ന ഒരു കാര്യം തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും യേശു അതിന് മറുപടിയായിട്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവപുത്രനെങ്കിൽ നീ ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്. പക്ഷെ 3 തവണയും യേശു ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യേശു ചെയ്യുന്നത് 3 തവണയും തിരുവെഴുത്ത് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറം ഒരു
ശാസന പിശാചിന് ആവശ്യമില്ലായിരുന്നു. ആ നിലയിൽ തിരുവെഴുത്ത് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പിശാചിനെ ഖണ്ഡിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വാക്യം, ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിക്കുന്ന ഈ വാക്യം നമ്മളിപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ പഠിക്കുമ്പോൾ അത് രണ്ട് തരത്തിൽ, അതായത് ഒന്ന് എന്താണ് മിസ്ക്യോട്ടിംഗ് എന്ന് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് മിസ്ക്യോട്ടിംഗ് പ്രശ്നമുള്ളതാണെന്ന് മനസ്സിലാക്കാനും നമ്മളെ ഈ സന്ദർഭം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സന്ദർഭോചിതമായിട്ടാണ് നമ്മൾ പലപ്പോഴും വേഴ്സിനെ എടുക്കുന്നത്. ഇപ്പം എനിക്ക് ആവശ്യമുള്ളപ്പം ആ വേഴ്സ് എങ്ങനെയാണോ അതിനെ ഞാൻ ട്വിസ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഫോൾസ്ലി കോട്ട് ചെയ്യാം, അതുപോലെ തന്നെ റോങ്ലി അപ്ലൈ ചെയ്യുവാണ് നമ്മൾ. ഫോൾസ്ലി കോട്ട് ചെയ്യുമ്പം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ റോങ്ലി അപ്ലൈ ചെയ്യാനുള്ളൊരു വലിയൊരു ഡിസപ്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു ഡിസപ്ഷനെ നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻറ്റയർ ജേർണി, ക്രിസ്ത്യൻ ലൈഫിൻ്റെ ആ ഒരു ഫ്ലോയ്ക്ക് തന്നെ വലിയൊരു തടസ്സം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇപ്പം യേശുവിന് വേണമെങ്കിൽ ഇവനോട് ഈ പിശാചിനോട് സംസാരിക്കുന്ന പറഞ്ഞേ വചനത്തോട് അല്ലാതെ വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഒരു വാക്യം എടുക്കാതെ തന്നെ ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ എന്നുള്ള വാക്ക് പറയാം. സെക്കൻഡ് ആ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായപ്പോൾ തന്നെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അത് പ്രൂവ് ചെയ്യാണ്. ഒരു മിസ്കോട്ടിങ് ഉണ്ടാകുന്ന ഉടനെ അതിനെ റിബ്യൂക്ക് ചെയ്യേണ്ടത് ദൈവവചനം കൊണ്ട് തന്നെയാണ്. നമ്മളുടെ മൈറ്റ് കൊണ്ട് ചില വാക്യങ്ങളെ അല്ലെങ്കിൽ ചില പ്രോസസ്സുകളെ, തോട്ട് പ്രോസസ്സുകളെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റഡ് ആവും. അതിനപ്പുറമായിട്ട് നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. ദൈവവചനത്തിൻ്റെ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സിലേക്ക് മറ്റേ ആ വ്യക്തിയെയും കൂടി അല്ലെങ്കിൽ ആ മിസ്കോട്ട് ചെയ്യുന്ന ആളെ കൂടെ കടത്തിവിടുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നും, ഓക്കെ, സോ ഇവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. So I should read the context, or I should connect these dots together so that I can bring the whole meaning together എന്നുള്ള കാര്യം അവിടെ ഉണ്ടാകുന്നത്. സോ മേക്ക് ഷുവർ നമ്മൾ ആ ഒരു ഫോൾസ്ലി കോട്ട് ചെയ്യുന്നതിനകത്ത് നമ്മൾ മാറണം. സെക്കൻഡ്, അത് റോങ്ലി അപ്ലൈ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ പിന്മാറണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസപ്ഷനിൽ നിന്ന് 3 കാര്യങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. ഫോൾസ്ലി കോട്ടിങ്, റോങ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസപ്ഷൻ. ഈ 3 കാര്യത്തിനകത്ത് നിന്ന് നമ്മൾ റിഫ്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ പറ്റുന്ന ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വചനം ശരിക്കും വായിക്കുക, പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നാം തെറ്റിപ്പോകും നമ്മൾ. അതെ, തീർച്ചയായിട്ടും ഈ വാക്യം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുവിന് ആ വാക്യം അല്ലെങ്കിൽ ആ വാക്യത്തിലൂടെയുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ അത് ആ അവകാശം ക്ലെയിം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ദൈവപുത്രൻ എന്ന നിലയിൽ തന്നെ യേശുവിന് എല്ലാ റൈറ്റും ഉണ്ട്. എന്നാൽ യേശു അതിനെ സ്വയകേന്ദ്രിതമായിട്ട് എടുക്കാതെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് മാതൃക എന്ന നിലയിൽ, അല്ലെങ്കിൽ പിതാവിന് കീഴടങ്ങിയിരിക്കുന്ന മനുഷ്യപുത്രൻ എന്ന നിലയിൽ, ദൈവപുത്രൻ എന്ന നിലയിൽ സ്വയകേന്ദ്രിതമായിട്ട് അതിനെ കൺസിഡർ ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയമായിട്ട് അതിനെ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ ഒരു വചനം വായിക്കുന്ന സമയത്ത് അതിനെ ജഡമോഹത്തിന് പാത്രമാക്കി തീർക്കാതെ, അല്ലെങ്കിൽ സ്വയകേന്ദ്രിതമായ ഒരു പ്രവൃത്തിക്ക് പാത്രമാക്കി തീർക്കാതെ, ദൈവഹിതത്തിന്, ഇപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് വിവേചിച്ചറിഞ്ഞ് അതിൽ വസിക്കുവാനായിട്ട് യേശു തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് നമുക്കും നൽകുന്നൊരു പാഠമാണ്. നമ്മൾ വേദപുസ്തകത്തെ വായിക്കുമ്പോൾ നമുക്ക് അതിനെ സ്വയകേന്ദ്രിതമായിട്ട് വായിക്കാം. ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത്, എനിക്കിത് അവകാശപ്പെട്ടതാണ് എന്ന നിലയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ടാണ് ഓരോ വാക്യങ്ങളും, ക്രിസ്തുവിലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, ദൈവകേന്ദ്രീകൃതമായിട്ടാണ്, ദൈവഹിതത്തിന് വിധേയപ്പെട്ടാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാനായിട്ട്, അങ്ങനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ദൈവവചന വായനയിൽ കഴിയാനിടയാകും. അതെ, ബ്രദർ പറഞ്ഞ ആ ഒരു വാക്ക് ഡിസേൺമെന്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കോട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു വിവേചനാപരം നമുക്കുണ്ടായിരിക്കണം, അല്ലേ? സോ ഇപ്പം ആ ഒരു ഡിസേൺമെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹത്തിന് വേണ്ടിയുള്ള ഡിസേൺമെന്റ് അല്ല നമുക്കുണ്ടാകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കുറേ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഡിസേൺമെന്റ് ഇതിനൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്. പക്ഷെങ്കിൽ ബൈബിളിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാനുള്ള ഡിസേൺമെന്റ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഡിസേൺമെന്റ് ആണ് ആരെങ്കിലും തെറ്റിച്ച് പഠിപ്പിക്കുന്ന പറഞ്ഞ് അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ഡിസേൺമെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം പിശാച് ഒരിക്കലും വന്നിട്ട് യേശുവിൻ്റെ ഡീറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലായിരുന്നു അവൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. പക്ഷെങ്കിൽ ഇവൻ ഒരു മിറക്കിൾ ഞാൻ പറഞ്ഞതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വിൻ ചെയ്യുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഭയങ്കര ഒരു ഹിഡൻ അജണ്ടയാണ് ശരിക്കും പിശാചിൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ പിശാച് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നിട്ട് പുറകെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെ, നമ്മളും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു അത്ഭുതത്തിന് ഒരു പക്ഷേ ദൈവവചനത്തെക്കാൾ ആളുകളെ പരിവർത്തനം ചെയ്യാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കാനിടയാകും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുന്ന സമയത്ത്
യേശു അവരോട് പറയുന്ന ധനവാനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കണമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവന്റെ വാക്ക് വിശ്വസിക്കുകയില്ല. കാരണം മോശയുടെയും പ്രവാചകന്മാരുടെയും അരുളപ്പാടുകൾ, ദൈവവചനം അവരുടെ പക്കലുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാത്തവൻ, ദൈവത്തെ മനസ്സിലാക്കാത്തവൻ, അതിൽ നിന്ന് നരകത്തിന്റെ വഴി വിട്ട് സ്വർഗത്തിലേക്ക് തിരിയാത്തവൻ ഇനി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തുക എന്ന് പറഞ്ഞാലും തിരിയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ഭുതങ്ങൾ, ഒരു നൈമിഷികമായ അത്ഭുതം നമുക്ക് സൃഷ്ടിച്ചേക്കാമെങ്കിലും അതിനപ്പുറത്ത് തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ഗ്രഹിക്കത്തക്ക നിലയിൽ നമുക്ക് വരച്ചു കാട്ടിയിരിക്കുന്ന സുവിശേഷത്തിന്റെ രക്ഷയുടെ അത്ഭുതത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ആ ഒരു താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയാ, ഒരു വിസ്മയം കൊണ്ടൊന്നും മനുഷ്യന് നിലനിൽക്കുന്ന രൂപാന്തരവും മാറ്റവും വരാനായിട്ട് ഇടയാകത്തില്ല. അപ്പൊ ഇവിടെ യേശു അത് തെരഞ്ഞെടുത്തു. ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി താൻ വീരനാണെന്ന് കാണിക്കുന്നതിനേക്കാൾ തന്നെ ദൈവം അയച്ച ഉദ്ദേശം അനുസരണയോടെ നിവർത്തിക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ക്രിസ്തു തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ്, ആ ഒരു ചിന്തയിലാണ് യേശു ഈ പ്രലോഭനത്തെ ജയിക്കുന്നത്. ആസ് എ ക്രിസ്ത്യൻ നമുക്ക് എപ്പോഴും ഒരു നിത്യത എന്നുള്ള ഫോക്കസ് നമ്മുടെ ഉള്ളിൽ നഷ്ടമാകരുത്. ഈ ഇപ്പോൾ ഒരു യേശു തൻ്റെ പർപ്പസ് എപ്പോഴും തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ നാഴിക വന്നിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ പിതാവിൻ്റെ നാഴിക വന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാക്കുകൾ പറയുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ നമ്മൾ ആസ് എ ക്രിസ്ത്യൻ നമ്മളൊരു ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്ത കാര്യമാണെന്ന് തോന്നുന്നു, അതെന്നാൽ ഒന്നുകൂടെ പറയുവാണ്. ഒരു 60-70 വർഷത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി അല്ല ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സബ്മിറ്റ് ചെയ്തതുപോലെ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ വചനം എനിക്ക് നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരു ക്ലെൻസിങ് ടൂളാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ ഒരു കാര്യം മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് ബൈബിളിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. ബൈബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടെസ്റ്റിമണിക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാൻ വേണ്ടി അല്ല ഇത്, അല്ല എൻ്റെ ജീവിതത്തോട് ചേർന്ന് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ വചനത്തെ കാണേണ്ടത്. അതിനേക്കാൾ അപ്പുറമായിട്ട് വചനത്താലുള്ള ശുദ്ധീകരണം അനുദിനം പ്രാപിക്കുവാനും വചനം എനിക്ക് ക്ലെൻസ്ഡ് ആയി മാത്രമേ എനിക്ക് നിത്യതയിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ രാജ്യത്തെ അവകാശികളാകുവാൻ പറ്റത്തുള്ളൂ എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. സോ അത് തന്നെയല്ലേ യേശു ചെയ്തു. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കൽ പോലും യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഓവർ റൈഡ് ചെയ്ത് ഒരിക്കലും പോയിട്ടില്ല. യേശുവിന് വേണമെങ്കിൽ ഇവിടെ വിതിൻ നോ ടൈം ഈ ടെംപ്റ്റേഷനെ റിയലി ഓവർകം ചെയ്യായിരുന്നു. പക്ഷെങ്കിൽ യേശു അതെല്ലാം ഹി സബ്മിറ്റഡ് ടു ദ വിൽ ഓഫ് ദ ഫാദർ. അതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളൊരു വേർഡ്. ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സബ്മിറ്റ് ചെയ്തതുപോലെ നാമും നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കുന്നതുതന്നെ ഈ വചനങ്ങൾ നമ്മൾക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയാണെന്നുള്ള കാര്യം, ആ ഒരു പർപ്പസ് നമുക്ക് മനസ്സിലാവണം. ആ ടാർഗറ്റ് നമുക്ക് മിസ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നമുക്ക് ഒരിക്കലും നഷ്ടമായി പോകരുത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്നുകൂടി ആ വചനത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീയ സെൽഫ് സെൻറ്റേർഡ്നെസ്സിൽ നിന്ന് മാറിയിട്ട് ക്രൈസ്റ്റ് സെൻറ്റേർഡ്നെസ്സിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ മാറുന്ന ഉടനെ ശരിക്കും പറഞ്ഞാൽ ഈ വചനങ്ങൾ ഓക്കെ ഇതായിരുന്നു മീൻ ചെയ്തത്, എന്നെ കുറച്ചുകൂടെ ക്ലെൻസ്ഡ് ആക്കാൻ വേണ്ടിയുള്ളതായിരുന്നു, അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ഭാവത്തോടൊന്നുകൂടെ അരൂപരാകുവാൻ എന്നെ ഉപയോഗിക്കുന്നതായിരുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുന്നത്. അതെ, താൽക്കാലിക നേട്ടങ്ങളെക്കാളും അല്ലെങ്കിൽ താൽക്കാലികമായ പ്രശംസയെക്കാളും ആത്യന്തികമായ ഉദ്ദേശം നിറവേറ്റാനായിട്ട് ഈ 3 പരീക്ഷകളും താൽക്കാലിക അഭിമാന പ്രശ്നങ്ങളാണ്. നമ്മുടെ മുമ്പിലും വരുന്ന അഭിമാന പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് ഈ 3 പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും കാണാനായിട്ട് കഴിയും. എന്നാൽ താൽക്കാലിക നേട്ടങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക അഭിമാനങ്ങൾ, പ്രശംസകൾ, അതിനേക്കാളും അയക്കപ്പെട്ടതിന്റെ ആത്യന്തിക ഉദ്ദേശമാണ് കർത്താവ് വലുതായിട്ട് കണ്ടത്. ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിക്കുന്ന വാക്യമാണെങ്കിൽ നമുക്ക് വളരെ പരിചിതവും നമ്മൾ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുകയും ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ക്രിസ്തുവും അതിനെ ശരിയായ നിലയിൽ തന്നെ മനസ്സിലാക്കി. കാര്യം താൻ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യപുത്രൻ പലതും സഹിച്ച് ക്രൂശിക്കപ്പെടാനാണ് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് തന്റെ മുമ്പിലുണ്ട്. ഈ വാക്യങ്ങൾ അവിടെ പ്രത്യക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ മനുഷ്യപുത്രൻ ഇതൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. തന്റെ ശിഷ്യന്മാർക്ക് പോലും ഒരു ഇടർച്ച ഉണ്ടായത് അങ്ങനെയാണ്. ഗുരുവിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നൊരു ചിന്തയാണ് അവരുടെ ആ ഒരു പഴയ നിയമ കാഴ്ചപ്പാടിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്, ഗുരുവിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്നാൽ പിശാച് യേശുവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണ് ഈ ഒരു പ്രലോഭനം ഉപയോഗിക്കുന്നത്. കർത്താവ് ദൈവത്തിന്റെ പദ്ധതിയുടെ വഴിയിൽ നിന്ന് മാറി ഒരു സ്വാർത്ഥമായ അല്ലെങ്കിൽ ഒരു മാനുഷികമായ വഴി തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രലോഭനങ്ങളാണ് പിശാച് മുമ്പോട്ട് വെച്ചത്. സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോഴും
91 സങ്കീർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പഴയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിനോട് ഒരു സമൂഹം എന്ന നിലയിൽ ഒരു വാഗ്ദത്വമായിരുന്നു, ഒരു ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആയിരുന്നു. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ അത് സമൂഹത്തോടെന്ന നിലയിൽ ഉണ്ടായിരുന്നില്ല, വ്യക്തികളോടായിരുന്നു. കാരണം ഉദാഹരണത്തിന് നമ്മൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ ബാധകൾ അയക്കുമ്പോൾ മിസ്രൈമർക്ക് ബാധകൾ വന്നെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ഒരാൾക്ക് പോലും വന്നില്ല. എന്നാൽ അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, പലപ്പോഴും അവർ പിറുപിറുക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ അവരിൽ പലർക്കും ബാധ വന്നു. എന്നാൽ അവരിൽ ചിലർക്ക് വന്നില്ല, അല്ലെ ചിലരെ ദൈവം സൂക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നവർക്ക്. അവിടെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായി. അപ്പോൾ ദൈവിക സംരക്ഷണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ആസ് എ നേഷൻ, ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിന് മുഴുവനായി ദൈവ സംരക്ഷണം കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇസ്രായേലിന് മുഴുവനായി സംരക്ഷണം കൊടുക്കാതെ അവരിൽ നീതിമാന്മാരായവർക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ പിന്തുടർന്നവർക്ക് എന്ന നിലയിൽ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അക്ഷരികമായ സംരക്ഷണം വെളിപ്പെട്ടത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു വേളയിലേക്ക് അവർ ബാധിക്കപ്പെട്ടാലും അതിനുശേഷം ഒരു അക്ഷരികമായ സൗഖ്യം, വിടുതൽ അവർക്കുണ്ടായതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ചിത്രമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിന് നമ്മളുടെ ആത്മീയ ജീവിതത്തിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ആത്മീയത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് സെറിമോണിയൽ ലോസ് എന്നുള്ള കാര്യം അവിടെ ഇല്ല. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയകളൊന്നുമല്ല. ഗ്രേസ് ലോൺ, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കൃപയാലാണ് നാം നമ്മുടെ ആത്മീയ ജീവിതം നയിക്കപ്പെടുന്നത്, കൃപയാലാണ് നാം നിത്യതയിലേക്ക് നാം നടക്കുന്നത്. സോ ഈ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഒരു ആധികാരികത, അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലായി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? ഇപ്പം യേശു ഈ ഒരു വാക്യത്തിലൂടെ ഈ ഡിസെപ്ഷനെ കൗണ്ടർ ഡോസ് ചെയ്തത് ഗോഡ്സ് ട്രൂത്ത് തന്നെയായിരുന്നു. അപ്പം നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ മുമ്പിൽ ഇനിയും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിന്, ഈ അന്ത്യനാളുകളാകുമ്പോഴത്തേക്കിന് ഇതുപോലെയുള്ള ഫോൾസ് ടീച്ചിങ്സ് ആൻഡ് ഫോൾസ് ഡോക്ട്രിൻസ് അല്ലെങ്കിൽ മിസ്കോട്ടിങ്സ് ഒത്തിരി അധികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. പഴയ നിയമത്തിലുള്ള വചനങ്ങളും പുതിയ നിയമത്തിലുള്ള വചനം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇതൊരു സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതിനെല്ലാം കോറിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ കോറിലേഷൻ മിസ്സാക്കാതെ റൈറ്റ്ലി ഡിവൈഡഡ് ആയിട്ട് ദൈവവചനം പഠിക്കാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല, നാം ഈ ഒരു സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഫ്രം സ്പിരിച്വാലിറ്റി ടു ഡീപ്പ് ഡൗൺ നമ്മളൊരു സ്പിരിച്വൽ എത്തീസം അങ്ങനെ പറയാം, ആത്മീയ നിരീശ്വരവാദത്തിലേക്ക് നമ്മൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മീയതയുണ്ട്, പക്ഷേ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല. സോ അതൊരു സ്പിരിച്വൽ എത്തീസത്തിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറമായിട്ട്, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതെന്നുള്ള കാര്യം നാം എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെ, താൽക്കാലിക ഫീലിങ്സിന്റെ ഇതിനപ്പുറത്ത് ദൈവവചന സത്യങ്ങൾ, ദൈവവചനത്തിന്റെ ഫാക്ട്സ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫീലിങ്സ് മാറി മാറി വരും, നമ്മുടെ പ്രതീക്ഷകളും സാഹചര്യങ്ങളൊക്കെ മാറി മാറി വരും, പക്ഷെ അതിന്റെ ആത്യന്തികമായ ഫാക്ട്സിൽ നമ്മൾ ഉറച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത് അക്ഷരികമായും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടും ചില സന്ദർഭങ്ങളിൽ വ്യക്തികളോടുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവിക സംരക്ഷണം തീർച്ചയായും ഉണ്ട്, എന്നാൽ അതൊരു വാഗ്ദത്തമായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവിക സംരക്ഷണം ആത്മീകമായിട്ടാണ്. കാരണം പഴയ നിയമത്തിൽ ആ ഒരു വെളിപ്പാട് പൂർണ്ണമായും മറനീക്കി വന്നിരുന്നില്ല. പഴയ നിയമത്തെ ആ നിഴലിന്റെ കാലത്ത് ഒരക്ഷരികമായ വെളിപ്പാട് ഒരു ദൈവ പൈതലിനെ പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലാണ്, അല്ലെങ്കിൽ അവൻ, അതുകൊണ്ടാണ് യോബിന്റെ സമയത്തും ഒക്കെ തന്റെ സ്നേഹിതന്മാർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടായത്, എങ്ങനെയാ നീതിമാന് കഷ്ടത ഉണ്ടാവും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചത് കൊണ്ട് അവന് ശാരീരികമായ വിടുതൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ശാരീരികമായ സംരക്ഷണം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതൊരു വാഗ്ദത്തമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഗെത്സമന തോട്ടത്തിൽ തന്നെ യേശുവിനെ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് വന്ന സമയത്ത് പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുകയാണ്. ഒന്ന്, അവൻ ചിന്തിക്കുന്നു യേശുവിന് എന്റെ സംരക്ഷണം ആവശ്യമാണെന്ന് ചിന്തിക്കുന്നു. അത് ആ ഒരു മൊമെന്റിലെ ഫീലിങ്സിന്റെ പുറത്താണ്. യേശു പലതവണ അവരോട് പറഞ്ഞതാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് ചോദിക്കാൻ കഴിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ദൂതന്മാരുടെ സംരക്ഷണത്തിനുള്ള എല്ലാ അവകാശവും യേശുവിനുണ്ട്, അല്ലെങ്കിൽ ദൈവമക്കൾക്കും ഉണ്ട്. എന്നാൽ
അപ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഉള്ള വസ്തുതയിൽ യേശു ആശ്രയിച്ചു. അപ്പോൾ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതി തെളിയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവന്റെ വിശുദ്ധി തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ദൈവികമായ, അക്ഷരികമായ അല്ലെങ്കിൽ ശാരീരികമായ സംരക്ഷണം സംഭവിച്ചുകൊണ്ടല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, കൃപയാൽ നീതീകരിക്കപ്പെടുന്നവന് അവന്റെ ആത്മാവിനെ ദൈവം സംരക്ഷിക്കുന്നു. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ നാളോളം അതിനെ തികയ്ക്കും, നിങ്ങളെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും എന്നുള്ളൊരു ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള ശുദ്ധീകരണമാണ് നമ്മളിൽ ദൈവത്തിന്റെ വചനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 91 സങ്കീർത്തനം ഇന്നും നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പലപ്പോഴും അക്ഷരികമായ സൗഖ്യം അല്ലെങ്കിൽ അക്ഷരികമായ സംരക്ഷണം എപ്പോഴും ദൈവമക്കൾക്ക് ഉണ്ടാകും. അതുണ്ടായില്ലെങ്കിൽ അത് അവിശ്വസ്തത കൊണ്ടോ അശുദ്ധി കൊണ്ടോ അനുസരണക്കേട് കൊണ്ടോ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ എന്നൊക്കെയാണെന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നെസസിറ്റി അല്ല, അവന് അക്ഷരികമായ വിടുതൽ ഉണ്ടാകേണ്ടത്. ഇവിടെയും അത് തന്നെ യേശു അത് തെളിയിക്കുകയാണ്. നീ ദൈവപുത്രനെന്ന് തെളിയിക്കാൻ താഴോട്ട് ചാടാൻ പറയുന്ന സമയത്ത് വേണ്ടതില്ല എന്നാണ് യേശു എന്നോട് പറയുന്നത്. മാത്രമല്ല, നീ പരീക്ഷിക്കരുത്, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യരുത്, ദൈവത്തിന്റെ കരത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരരുത് എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തെ ഇങ്ങനെ ചലഞ്ച് ചെയ്ത് ദൈവം ഇവിടെ പ്രവർത്തിച്ചേ പറ്റൂ, ദൈവം ആണെങ്കിൽ ദൈവം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലാണെങ്കിൽ നീ പ്രവർത്തിക്കണം എന്ന നിലയിലൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ ഡിമാൻഡിങ് ക്രിസ്ത്യൻസ് ആയിട്ട് ഒത്തിരി ആൾക്കാർ മാറുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയണ്ടേ, ഇപ്പം ബ്രദർ പറഞ്ഞ പോലെ ഇപ്പം ദൈവം ഉണ്ടെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഇവിടെ ഒരു അത്ഭുതം നടക്കണം. സോ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ബ്ലാസ്ഫമിയാണ് അവിടെ ചെയ്യുന്നത്, ദൈവദൂഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നതിലൂടെ ചെയ്യുന്നത്. കാരണം ദൈവത്തിന് നമ്മളെ പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തൻ്റെ ശക്തിയും തൻ്റെ സ്നേഹവും എല്ലാം താൻ ഓൾറെഡി കാണിച്ചു. നമ്മുടെ അനുദിനം വഴി നടത്തുവാൻ വേണ്ടി നമുക്ക് ശക്തനാണ്. പക്ഷെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഇമോഷണലി പലപ്പോഴും ചിന്തിച്ചിട്ട് നമ്മൾ ഡിമാൻഡിങ് ക്രിസ്ത്യൻസ് ആയിട്ട് മാറുന്നുണ്ട് പലപ്പോഴും. സോ ഈ ഡിമാൻഡിങ്ങിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന് ചിലപ്പം ആ ഒരു പദ്ധതി ആയിരിക്കത്തില്ല നമ്മളെപ്പറ്റി അന്നേരം ആ ഒരു മൊമെൻറ്റിൽ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ളത്. സോ ഈ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ഹിറ്റ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകും. സോ ഡിസപ്ഷൻ ഉണ്ടാകുന്നു, ഡിസപ്ഷൻ നേരെ പോകുന്ന ഡിസപ്പോയിൻമെൻറ്റിലേക്കാണ്. സോ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ലെഗോ ഇങ്ങനെ തട്ടി താഴെ വീഴുന്നത് പോലെ വൺ ആഫ്റ്റർ ദി അതർ വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കുന്നത്. സോ നമ്മൾക്ക് ആ ഒരു ഡിമാൻഡിങ് മെൻറ്റാലിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള ജ്ഞാനം കുറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താഗതിയിൽ എനിക്കിത് വേണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സന്ധിയില്ല സമരം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വാങ്ങിക്കും. പലപ്പോഴും ഈ ഉപവാസത്തെ പറ്റിയൊക്കെ പറയുന്ന ഉടനെ ഈ ഒരു രീതിയിലാണ് പലപ്പോഴും പലരും ഉപവാസത്തെ കാണിക്കുന്നത്. അതിലൊന്നും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പം ലേറ്റർ നമുക്ക് ചിന്തിക്കാൻ വിശ്വസിക്കുകയാണ്. സോ ഡിമാൻഡിങ് ക്രിസ്ത്യൻ ആകരുത്. വചനത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിട്ട് ദൈവം എനിക്ക് വേണ്ടി വഴികൾ പ്രവർത്തിക്കും, തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും, അതൊന്നും ദൈവം തള്ളിക്കളയുന്ന കാര്യങ്ങളല്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പുത്രൻ കാത്തിരുന്നത് പോലെ നമ്മളുടെ ഉള്ളിലൊരു ആ ഒരു ടാരിയിങ്, ആ ഒരു കാത്തിരിപ്പിന് അനുഭവം നമുക്കിടെ ഉണ്ടാണ്. ഡോണ്ട് ബി എ ഡിമാൻഡിങ് ക്രിസ്ത്യൻ. ഡിമാൻഡ്സ് ലീഡ്സ് ടു ഡിസപ്പോയിൻമെൻറ്റ്സ് ആണെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. പിന്നെ ബ്രദർ പറഞ്ഞ പോലെ അതിനകത്തൊരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, അതെനിക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഈ വചനങ്ങൾ മിസ്കോട്ട് ചെയ്യപ്പെടുന്ന ഉടനെ ഭൂമിയിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഒരു ടെമ്പററി പാർപ്പിടം ഉണ്ടായേ ഒക്കത്തുള്ളൂ. അതിനെ ഈ ടെമ്പററി പാർപ്പിടത്തെ നമ്മൾ പെർമനൻ്റ് ആക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് വചനത്തെ എടുത്തു മാറ്റുന്നത്. സോ ആ ഒരു ഫോക്കസ് നമ്മൾ എടുത്തു മാറ്റണം. എന്നിട്ട് പൗലോസ് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് എനിക്ക് അത്യുത്തമം എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ ഫോക്കസ്, നമ്മൾക്ക് ആത്മീകമായിട്ടൊരു റീ അലൈൻമെൻറ്റ് നമുക്കുണ്ടാകണം. കർത്താവിനെ മുഖത്തേക്ക് നോക്കുവാനുള്ളൊരു ആഹ്വാനമായിരിക്കണം ശരിക്കും വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഈ വാചകങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം എന്ന് ഡിമാൻഡ് ചെയ്തിട്ട് അതിൻ പ്രകാരമാണ് വചനത്തെ കീറി മുറിക്കുന്നത്. സോ അതായിരിക്കരുത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിനേക്കാളപ്പുറമായിട്ട് ക്രിസ്തുവിൻ്റെ പാതകളിൽ പിന്തുടരുവാൻ വേണ്ടി എനിക്ക് അത്ഭുതം നടന്നാലും ദാറ്റ്സ് ഓക്കെ, നടന്നില്ലെങ്കിലും ഓക്കെ,
എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് നാം ഒന്ന് ക്രൈസ്റ്റ് സെൻറ്റേർഡ്നെസ്സിലേക്ക് നാം ഒന്ന് വരുമ്പോഴത്തേക്കിന് നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ ടെംപ്റ്റേഷൻസ് ആൻഡ് ട്രയൽസിനെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദാറ്റ്സ് ദ ബ്ലെസ്സിങ് ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ വചനം നന്നായിട്ട് പഠിച്ചേ വെക്കത്തുള്ളൂ. ഈ മിസ്കോട്ടിങ് അല്ലെങ്കിൽ ഫോൾസ്ലി കോട്ട് ചെയ്യുന്നതിനേക്കാളപ്പുറമായിട്ട് ദൈവം പറയുന്നത് അതേപടി എനിക്ക് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ മത്തായി സുവിശേഷത്തിൽ ലൂക്കോസിലും കാണുന്ന യേശുവിൻ്റെ പരീക്ഷകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണ്, സാത്താനും മിസ്ക്യൂട്ട് ചെയ്യും. ദൈവവചനം ഉദ്ധരിക്കുന്നതെല്ലാം സന്ദർഭങ്ങളും ദൈവികമല്ല, ദൈവിക ദൂതുകളല്ല. സാത്താന്യയും മാനുഷികമായും ഒക്കെ ദൈവവചനം ഉദ്ധരിക്കപ്പെടാനായിട്ട് സാഹചര്യമുണ്ട്. ഇപ്പോൾ ദൈവവചനം ഉദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടോ അത് നമ്മുടെ സാഹചര്യവുമായിട്ട് റിലേറ്റബിൾ ആണെന്നുള്ളത് കൊണ്ടോ അത് നിവർത്തിയായാൽ ഒരുപക്ഷെ നമ്മൾ ദൈവവൈതലാണെന്നും നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടോ അത് ദൈവിക ഉദ്ദേശത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും പെട്ടതാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ആധികാരികമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കുകയും നമ്മൾ കേൾക്കുന്ന ഓരോ ദൂതുകളെയും അത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ദൈവിക പദ്ധതിക്കും ഹിതത്തിനും വിധേയപ്പെട്ടതാണോ എന്നും നമ്മൾ തിരിച്ചറിയാൻ ഇടയാകണമെന്നുമാണ് നമുക്ക് ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്നത്തെ സെഷനിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഡിസേൺമെൻറ്റ് നമുക്കുണ്ടായിരിക്കണം. മേക്ക് ഷുവർ നമ്മൾ കേൾക്കുന്ന വചനം റൈറ്റ്ലി ഡിവൈഡഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കണം. അത് മേക്ക് ഷുവർ ചെയ്യണം, എപ്പോഴും അത് മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഡോണ്ട് ബി എ ഡിമാൻഡിങ് ക്രിസ്ത്യൻ. നമ്മൾ ഒരിക്കലും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്രിസ്ത്യനായി മാറൽ, പകരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിന് പുത്രൻ കാത്തിരുന്നത് പോലെ നാം നമ്മുടെ വഴികളിൽ അനുദിനം നമ്മെ കാക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കണം. ആൻഡ് നിത്യത നഷ്ടമായി പോകരുത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഓടിയത് അധ്വാനിച്ച് ഒന്നും വൃഥാവായി തീരാതിരിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ നാളിൽ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകേണ്ടതിന് വീണ്ടും വചനത്തിലോട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അടുത്ത് വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വേറൊരു വേഴ്സ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. സോ ഫോർ ദാറ്റ്, may God bless you. Take care. Have a blessed day.